വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഈ കാര്യങ്ങൾക്കു ശേഷം കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വഷ്ടിയെയും അവൾ ചെയ്തതും അവൾക്കെതിരെ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടതും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കേണ്ടതിന് തൻ്റെ രാജ്യത്തിൻ്റെ സകല പ്രവിശ്യകളിലും രാജാവ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ. തലസ്ഥാനമായ സൂസായിലേക്ക്, അന്തഃപുരത്തിലേക്ക്, സ്ത്രീകളുടെ സൂക്ഷിപ്പുകാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ പക്കലേക്ക് അവർ കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും ഒന്നിച്ചു കൂട്ടട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും നൽകപ്പെടട്ടെ. രാജാവിൻ്റെ ദൃഷ്ടികളിൽ അനുയുക്തമാകുന്ന കന്യക വഷ്ടിക്ക് പകരം രാജ്ഞിയാകട്ടെ. രാജാവിൻ്റെ ദൃഷ്ടികളിൽ ഈ കാര്യം പ്രീതികരമായി. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻകാരനായ കിഷിന്റെ മകൻ ഷിമയുടെ മകനായ യായീറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ നാടുകടത്തിയ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് നാടുകടത്തപ്പെട്ട ബന്ദിഗണത്തോടൊപ്പം അവനും നാടുകടത്തപ്പെട്ടതാണ്. അവൻ തൻ്റെ അമ്മാവൻ്റെ മകളായ ഹദാസ എന്ന എസ്തേറിനെ വളർത്തിയിരുന്നു. എന്തെന്നാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപവതിയും കാഴ്ചയ്ക്ക് സുന്ദരിയുമായിരുന്നു. മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവളെ മൊർദെഖായി തൻ്റെ മകളായി സ്വീകരിച്ചു. രാജാവിൻ്റെ വിളംബരവും കൽപ്പനയും അനുസരിച്ച് തലസ്ഥാനമായ സൂസായിലേക്ക് അനേകം യുവതികൾ ഹെഗായുടെ പക്കൽ, സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായുടെ പക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ എസ്തേറും സ്വീകരിക്കപ്പെട്ടു. അവൻ്റെ ദൃഷ്ടികളിൽ യുവതി ഗുണവതിയായിരുന്നു. അവൾ അവൻ്റെ മുമ്പിൽ പ്രീതി നേടുകയും ചെയ്തു. അവളുടെ ലേപന വസ്തുക്കളും വിഹിതങ്ങളും അവൾക്ക് നൽകുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട 7 ഭൃത്യന്മാരെ രാജകൊട്ടാരത്തിൽ നിന്ന് അവൾക്ക് നൽകുന്നതിനും അവൻ തിടുക്കം കൂട്ടി. അവളെയും ഭൃത്യകളെയും അവൻ അന്തഃപുരത്തിൻ്റെ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റി. തൻ്റെ ജനമോ കുലമോ എസ്തേർ പരാമർശിച്ചില്ല. എന്തെന്നാൽ അവൾ അത് ആരോടും പരാമർശിക്കരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിൻ്റെ ക്ഷേമവിവരവും അവൾക്ക് സംഭവിക്കുന്നതെന്തെന്നും അറിയാൻ മൊർദെഖായി അന്തഃപുരത്തിൻ്റെ അങ്കണത്തിന് മുമ്പിൽ ദിനംതോറും ഉലാത്തുമായിരുന്നു. അവരുടെ ലേപന ദിനങ്ങൾ ഇപ്രകാരമാണ് പൂർത്തിയാകുന്നത്: 6 മാസം മീറ തൈലം കൊണ്ടും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും സ്ത്രൈണ ലേപന വസ്തുക്കൾ കൊണ്ടും ആയിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച നിബന്ധന പ്രകാരമുള്ള 12 മാസത്തിൻ്റെ അവസാനം അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് ഓരോ യുവതിയുടെയും ഊഴം അടുക്കുമ്പോൾ യുവതി രാജാവിൻ്റെ പക്കലേക്ക് പോകുമായിരുന്നു. ആ സന്ദർഭത്തിൽ അവൾ ചോദിക്കുന്നതെന്തും അന്തഃപുരത്തിൽ നിന്ന് രാജകൊട്ടാരം വരെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ അവൾക്ക് നൽകപ്പെട്ടിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോകും. രാവിലെ രാജാവിൻ്റെ ഷണ്ഡനും ഉപധാരികളുടെ കാവൽക്കാരനുമായ ഷാഷ്ഗസിന്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവ് അവളിൽ പ്രീതനാകുകയും അവൾ പേര് ചൊല്ലി വിളിക്കപ്പെടുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജാവിൻ്റെ പക്കൽ പോകുകയില്ല. മൊർദെഖായി മകളായി സ്വീകരിച്ചവളും അവൻ്റെ പിതൃവ്യനായ അബിഹയേലിൻ്റെ മകളുമായ എസ്തേർ തനിക്ക് രാജാവിൻ്റെ പക്കലേക്ക് ചെല്ലാനുള്ള ഊഴമെടുത്തപ്പോൾ സ്ത്രീകളുടെ കാവൽക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായി പറഞ്ഞതല്ലാതെ ഒരു വകയും തേടിയില്ല. തന്നെ കാണുന്ന എല്ലാവരുടെയും പ്രീതി നേടിയെടുക്കുന്നവളായിരുന്നു എസ്തേർ. അഹസ്വേരോസ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ 7-ാം വർഷം 10-ാം മാസം, അതായത് തേബത്ത് മാസം,
അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് എസ്തേർ സ്വീകരിക്കപ്പെട്ടു. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെക്കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൾ അവൻ്റെ സമക്ഷം എല്ലാ കന്യകമാരുടെയും അധികമായി പ്രീതിയും കരുണയും നേടിയെടുത്തു. തന്മൂലം രാജീയ കിരീടം അവളുടെ തലയിൽ വച്ച് അവൻ അവളെ വഷ്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും എസ്തേറിൻ്റെ വകയായി വലിയ ഒരു വിരുന്നൊരുക്കി. പ്രവിശ്യകൾക്ക് അവധി പ്രഖ്യാപിച്ച് രാജോചിതം അദ്ദേഹം സമ്മാനം നൽകുകയും ചെയ്തു. രണ്ടാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ ആകട്ടെ മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ ജനമോ പരാമർശിച്ചിരുന്നില്ല. മൊർദെഖായിടത്ത് വളർന്നപ്പോഴെന്ന പോലെ തന്നെ എസ്തേർ അവൻ്റെ വാക്ക് നിവർത്തിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി രാജകവാടത്തിൽ ഇരിക്കുമ്പോൾ പടിവാതിൽ കാവൽക്കാരിൽ നിന്ന് രാജാവിൻ്റെ 2 ഷണ്ഡന്മാർ ബിഗ്ദാനും തേറേഷും കോപം കൊണ്ട് അഹസ്വരോസ് രാജാവിനെതിരെ കരമുയർത്താൻ തക്കം പാർത്തു. ഈ കാര്യം മൊർദെഖായിക്ക് വെളിപ്പെടുകയും അവൻ എസ്തേർ രാജ്ഞിയോട് വിവരിക്കുകയും ചെയ്തു. എസ്തേർ അത് മൊർദെഖായിയുടെ പേരിൽ രാജാവിനോട് പറഞ്ഞു. അതേക്കുറിച്ച് അന്വേഷണം നടന്നപ്പോൾ അക്കാര്യം കണ്ടുപിടിക്കപ്പെട്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസന്നിധിയിലുള്ള ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതപ്പെടുകയും ചെയ്തു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. കാര്യങ്ങൾക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് അഗാഗുകാരനും ഹംദെദായുടെ മകനുമായ ഹമാനെ ശ്രേഷ്ഠനാക്കി സ്ഥാനക്കയറ്റം നൽകി. അവനോടൊപ്പമായിരുന്ന എല്ലാ പ്രഭുക്കന്മാർക്കുമുപരിയായി അവൻ്റെ ഇരിപ്പിടം അദ്ദേഹം പ്രതിഷ്ഠിച്ചു. രാജകവാടത്തെങ്കിലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും കുമ്പിട്ട് ഹമാന് ആദരമർപ്പിച്ചു. കാരണം അവനു വേണ്ടി അങ്ങനെ രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി കുമ്പിടുകയോ ആദരമർപ്പിക്കുകയോ ചെയ്തില്ല. രാജകവാടത്തെങ്കിലുള്ള രാജസേവകന്മാർ മൊർദെഖായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? ദിവസേന അവനോട് പറഞ്ഞിട്ടും അവൻ അവരെ കേൾക്കാതായപ്പോൾ മൊർദെഖായിയുടെ നിലപാട് നിലനിൽക്കുമോ എന്ന് പരീക്ഷിക്കാൻ ഹമാനെ അവർ വിവരം ധരിപ്പിച്ചു. എന്തെന്നാൽ താൻ യഹൂദനാണെന്ന് അവൻ അവരോട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ മൊർദെഖായി കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹാമാൻ കോപഭരിതനായി. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവയ്ക്കുന്നത് അവൻ്റെ നോട്ടത്തിൽ കുറച്ചിലായിരുന്നു. കാരണം മൊർദെഖായിയുടെ ജനത്തെപ്പറ്റി അവർ അവനോട് വിവരിച്ചിരുന്നു. മൊർദെഖായിയുടെ ജനമായി അഹസ്വേരോസിൻ്റെ രാജ്യമെങ്ങുമുള്ള യഹൂദരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഹാമാൻ അവസരം പാർത്തു. അഹസ്വേരോസ് രാജാവിൻ്റെ 12-ാം വർഷം ആദ്യ മാസമായ നീസാൻ മാസത്തിൽ അവർ ഹാമാന്റെ മുമ്പിൽ വെച്ച് ദിനംതോറും പൂര് എന്ന നറുക്കിട്ടു. 12-ാം മാസമായ ആദാർ വരെ മാസം തോറും അവർ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തിൻ്റെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെയും ഇടയിൽ ചിന്നിച്ചിതറിയും ഒറ്റപ്പെട്ടും കഴിയുന്ന ഒരു ജനമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റെല്ലാ ജനതകളുടേതിലും നിന്ന് ഭിന്നമാണ്. അവർ ആരും രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരല്ല. അവരെ വച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിന് പറ്റിയതായിരിക്കുകയില്ല. രാജാവിന് ഉചിതമെങ്കിൽ അവരെ നശിപ്പിക്കാൻ ഒരു കൽപ്പന ഇറങ്ങട്ടെ. ഞാൻ അതിനുവേണ്ടി രാജഭണ്ഡാരങ്ങളിലേക്ക് രാജാവിൻ്റെ കർത്തവ്യ നിർവഹകരുടെ കൈകളിൽ 10,000 താലന്ത് വെള്ളി അളന്നു നൽകാം. അപ്പോൾ രാജാവ് തൻ്റെ മുദ്രമോതിരം കയ്യിൽ നിന്ന് ഊരി യഹൂദരുടെ വൈരിയും ഹംദെദായുടെ മകനും അഗാഗുകാരനുമായ ഹാമാന് കൊടുത്തു. എന്നിട്ട് രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ വെള്ളി നിനക്ക് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ആ ജനം അതിനെതിരെ ചെയ്യുന്നത് നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായതുപോലെ ആകട്ടെ. ആദ്യ മാസം 13-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാർ വിളിച്ചുകൂട്ടപ്പെട്ടു. ഹാമാൻ നിർദ്ദേശിച്ചതുപോലെയെല്ലാം രാജഭരണാധികാരികൾക്കും പ്രവിശ്യ തോറുമുള്ള അധിപതികൾക്കും
ഓരോ ജനത്തിൻ്റെയും പ്രഭുക്കന്മാർക്കും എഴുതപ്പെട്ടു. പ്രവിശ്യ തോറും അതതിൻ്റെ ലിപി അനുസരിച്ചും ജനം തോറും അതതിൻ്റെ ഭാഷയനുസരിച്ചും അഹസ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ കൽപ്പന ഇറങ്ങി. രാജമോതിരം കൊണ്ട് അത് മുദ്രവയ്ക്കപ്പെടുകയും ചെയ്തു. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ സകല യഹൂദരെയും കുട്ടികളെയും സ്ത്രീകളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിനും കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും സന്ദേശവാഹകർ വശം കത്തുകൾ അയച്ചു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. കർത്താവിൻ്റെ അരുളപ്പാട്. അക്കാലത്ത് എല്ലാ ഇസ്രായേൽ ഭവനങ്ങൾക്കും ഞാൻ ദൈവമായിരിക്കും, അവരാകട്ടെ എനിക്ക് ജനമായി തീരും. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ആകയാൽ നിനക്കായി ഞാൻ കാരുണ്യം കാത്തു സൂക്ഷിച്ചു. ഇസ്രായേൽ കന്യകെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ പുനർനിർമ്മിക്കപ്പെടും. ഉല്ലസിക്കുന്നവരുടെ നൃത്തത്തോടൊപ്പം വീണ്ടും തപ്പുകൾ അണിഞ്ഞ് നീ പുറപ്പെടും. സമറിയ മലകളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. അതെ, എഴുന്നേൽക്കുവിൻ. സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കയറി ചെല്ലാം. അതെ, എഴുന്നേൽക്കുവിൻ. സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കയറി ചെല്ലാം എന്ന് എഫ്രായിം മലയിൽ കാവൽക്കാൽ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് നിശ്ചയമായും ഇപ്രകാരം അരുളി ചെയ്യുന്നു: യാക്കോബിന് വേണ്ടി ആനന്ദ അരവ മുതിർക്കുവിൻ. ജനതകളുടെ തലവനെ പ്രതി ആർപ്പിടുവിൻ. കർത്താവ് നിന്റെ ജനത്തെ, ഇസ്രായേലിൻ്റെ സൃഷ്ടഭാഗത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ സ്തുതിച്ച് ഘോഷിക്കുവിൻ. ഇതാ, ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അവരിൽ അന്ധനും മുടന്തനും ഗർഭിണിയും ഈറ്റുനോവ് തുടങ്ങിയവളും ഒരുമിച്ചുണ്ടാകും. ഒരു വലിയ സംഘം ഇവിടേക്ക് തിരിച്ചു വരും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് കൊണ്ടുവരും. നേരായ ഒരു വഴിയിലൂടെ അവരെ ഞാൻ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവർ അതിൽ ഇടറി വീഴുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനാണ്. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. വിദൂര ദ്വീപുകളിൽ പ്രഘോഷിക്കുവിൻ. നിങ്ങൾ പറയുവിൻ: ഇസ്രായേലിനെ ചിതറിച്ചവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇടയൻ എന്ന പോലെ അതിനെ ഒരുമിച്ച് കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് യാക്കോബിനെ പരിത്രാണം ചെയ്തിരിക്കുന്നു. അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് അവനെ വീണ്ടെടുത്തിരിക്കുന്നു. അവർ വന്ന് സിയോൻ മുകളിൽ ആഹ്ലാദാരവമുഴക്കും. കർത്താവിൻ്റെ വിശിഷ്ട വസ്തുക്കളിലേക്ക്, ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയിലേക്ക് അവർ ഒഴുകിയെത്തും. അവരുടെ ജീവൻ ജലസേചിതമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും വാടുകയില്ല. അപ്പോൾ കന്യക നൃത്തത്തോടെ ആനന്ദിക്കും, യുവാക്കളോടും വൃദ്ധരോടും ഒരുമിച്ച്. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരുടെ ജീവനെ കൊഴുപ്പുകൊണ്ട് സംതൃപ്തമാക്കും. എൻ്റെ വിശിഷ്ട വസ്തു കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: റാമായിൽ കേൾക്കപ്പെടുന്ന ഒരു സ്വരം, ഒരു രോദനം, കൈപ്പേറിയ കരച്ചിൽ. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. തൻ്റെ മക്കളെ പ്രതി ആശ്വസിപ്പിക്കപ്പെടാൻ അവൾ വിസമ്മതിക്കുന്നു, കാരണം അവർ ഇല്ലാതായിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: നിന്റെ ശബ്ദത്തെ കരച്ചിലിൽ നിന്നും നയനങ്ങളെ അശ്രുവിൽ നിന്ന് പിൻവലിക്കൂ. എന്തെന്നാൽ നിന്റെ അധ്വാനത്തിന് പ്രതിഫലമുണ്ട്. ശത്രുവിൻ്റെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്.
മക്കൾ സ്വന്തം അതിർത്തിയിലേക്ക് തിരിച്ചു വരും. കർത്താവിൻ്റെ അരുളപ്പാട്. എഫ്രായിം വിലപിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങ് എന്നെ ശിക്ഷിച്ചു. മെരുക്കപ്പെടാത്ത കാളക്കുട്ടി പോലെ ഞാൻ അഭ്യസിക്കപ്പെട്ടു. എന്നെ തിരികെ കൊണ്ടുവരണമേ. ഞാൻ മടങ്ങി വരട്ടെ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. അതെ, എൻ്റെ തിരിച്ചുവരവിന് ശേഷം ഞാൻ അനുതപിച്ചു. എൻ്റെ തിരിച്ചറിവിന് ശേഷം ഞാൻ മാറത്തടിച്ചു. ഞാൻ ലജ്ജിച്ചു, അവമാനിതനാവുകയും ചെയ്തു. എന്തെന്നാൽ എൻ്റെ യൗവനത്തിലെ അപമാനം ഞാൻ വഹിക്കുന്നു. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, ഓമനക്കുട്ടൻ. അവനെതിരെ ഞാൻ സംസാരിക്കുമ്പോഴും അവനെ ഞാൻ വീണ്ടും തീവ്രമായി ഓർക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് തീവ്രമായ ആർദ്രത തോന്നുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. നിനക്കായി കൈച്ചൂണ്ടികൾ ഉറപ്പിക്കുക, നിനക്കായി വഴികാട്ടികൾ സ്ഥാപിക്കുക. നീ നടന്ന വിശാല വീതിയിൽ മനസ്സുറപ്പിക്കുക. ഇസ്രായേൽ കന്യകെ, മടങ്ങി വരിക. നിന്റെ ഈ നഗരങ്ങളിലേക്ക് മടങ്ങി വരിക. അവിശ്വസ്തയായ മകളെ, എത്ര കാലം നീ അലഞ്ഞുതിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ കാര്യം സൃഷ്ടിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷനെ വലയം ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ അവരുടെ അടിമത്തം നീക്കുമ്പോൾ യൂദായിലും അതിൻ്റെ പട്ടണങ്ങളിലും വീണ്ടും അവർ ഇക്കാര്യം പറയും. നീതിയുടെ വസതിയെ, വിശുദ്ധിയുടെ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. യൂദയായും അതിൻ്റെ എല്ലാ നഗരങ്ങളും കർഷകരും അജഗണവുമായി സഞ്ചരിക്കുന്നവരും അവിടെ ഒരുമിച്ച് വസിക്കും. എന്തെന്നാൽ വാടിപ്പോയ ജീവനെ ഞാൻ നനച്ചു, തളർന്ന ഓരോ ജീവനെയും ഞാൻ ഉന്മേഷഭരിതമാക്കി. തദനന്തരം ഞാൻ ഉണർന്നു. എൻ്റെ ഉറക്കം എനിക്ക് സുഖകരമായിരുന്നു എന്ന് ഞാൻ കണ്ടു. ഇതാ ദിനങ്ങൾ വരുന്നു, കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യവിത്തും മൃഗവിത്തും വിതയ്ക്കും. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും നശിപ്പിക്കാനും കഷ്ടപ്പെടുത്താനുമായി ഞാൻ അവരുടെ മേൽ ജാഗ്രത പുലർത്തിയിരുന്നത് പോലെ തന്നെ പുനർനിർമ്മിക്കാനും നട്ടുവളർത്താനുമായി അവരുടെ മേൽ ഞാൻ ജാഗ്രത പുലർത്തിയിരിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ആ നാളുകളിൽ അവർ വീണ്ടും ഇങ്ങനെ പറയുകയില്ല: പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലുകൾ പുളിച്ചു. എന്തെന്നാൽ ഓരോരുത്തനും അവനവൻ്റെ അകൃത്യം നിമിത്തമേ മരിക്കൂ. പച്ചമുന്തിരിങ്ങ തിന്നുന്ന ഓരോ മനുഷ്യൻ്റെയും പല്ലുകളാണ് പുളിക്കുന്നത്. ഇതാ, ഇസ്രായേൽ ഭവനത്തോടും യൂദാ ഭവനത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിനങ്ങൾ വരുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. ഈജിപ്റ്റ് ദേശത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായി ഞാൻ അവരുടെ കൈ പിടിച്ച നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരെ പരിഗ്രഹിച്ചിട്ടും അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു. കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ ആ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇസ്രായേൽ ഭവനവുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും: ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഞാൻ അത് അവരുടെ ഹൃദയത്തിൽ എഴുതും. അവർക്ക് ഞാൻ ദൈവമായിരിക്കും, എനിക്ക് അവർ ജനവും. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവിനെ അറിയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും തൻ്റെ അയൽക്കാരനെയോ സഹോദരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. എന്തെന്നാൽ ചെറിയവർ മുതൽ വലിയവർ വരെ അവരെല്ലാവരും എന്നെ അറിയും. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പു നൽകും, അവരുടെ പാപം മേലിൽ ഞാൻ ഓർക്കുകയില്ല. പകൽ വെളിച്ചത്തിന് സൂര്യനെ നിയോഗിക്കുന്നവനും രാത്രി വെളിച്ചത്തിന് ചന്ദ്രതാരങ്ങൾക്ക് കൽപ്പന കൊടുക്കുന്നവനും തിരമാലകൾ അലറും വിധം കടലിനെ ഇളക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് നാമമുള്ള കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ കൽപ്പനകൾ എൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മാത്രമേ എൻ്റെ സമക്ഷം ഒരു ജനതയായിരിക്കുക എന്നതിന് ഇസ്രായേൽ സന്തതിക്ക് എന്നേക്കുമായി വിരാമമാവുകയുള്ളൂ. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: മുകളിൽ ആകാശം അളക്കപ്പെടുകയും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ തിരയപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഓരോ ഇസ്രായേൽ സന്തതിയും ചെയ്തതിനെ പ്രതിയെല്ലാം അവരെ ഞാൻ തള്ളിക്കളയുകയുള്ളൂ.
കർത്താവിൻ്റെ അരുളപ്പാട്. ഇതാ, ഹനാൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ കർത്താവിനായി നഗരം പുനർനിർമ്മിക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. അളവ് ചരട് വീണ്ടും നേരെ ഗാരേബ് കുന്നിലേക്ക് പുറപ്പെട്ട് ഗോവാക്കിലേക്ക് തിരിയും. മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വര മുഴുവനും, കെദ്രോൺ അരുവി വരെയുള്ള എല്ലാ വയലുകളും, കിഴക്ക് അശുകവാടത്തിൻ്റെ മൂല വരെയും കർത്താവിന് വിശുദ്ധ സ്ഥലമായിരിക്കും. ഇനി ഒരിക്കലും അത് പിഴുതെറിയപ്പെടുകയില്ല, തകിടം മറിക്കപ്പെടുകയുമില്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ആകയാൽ അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അവ തന്നെ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി സത്യാനുസൃതമാണെന്ന് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഓടിയൊളിക്കാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ദയ അറിയാതെ അവിടുത്തെ ദയയുടെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും സമ്പന്നത നീ നിസ്സാരമാക്കുകയാണോ? എന്നാൽ ദൈവത്തിൻ്റെ നീതിവിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും മാനസാന്തരപ്പെടാത്തതുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, സ്വാർത്ഥമതികളായി സത്യമനുസരിക്കാതെ തിന്മയ്ക്ക് വഴങ്ങുന്നവർക്ക് ക്രോധവും കോപവും. തിന്മ പ്രവർത്തിക്കുന്ന ആർക്കും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ഞെരുക്കവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ആർക്കും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവത്തിന് മുഖനോട്ടമില്ല. നിയമമില്ലാതിരിക്കെ പാപം ചെയ്യുന്നവരെല്ലാം നിയമമില്ലാതെ തന്നെ നശിക്കും. നിയമമുണ്ടായിരിക്കെ പാപം ചെയ്തവർ നിയമത്താൽ വിധിക്കപ്പെടും. നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, മറിച്ച് നിയമം അനുവർത്തിക്കുന്നവരാണ് നീതിവത്കരിക്കപ്പെടുന്നത്. നിയമമില്ലാതെ ജനതകൾ നിയമത്തിൻ്റെ കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ അനുവർത്തിക്കുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമായി തീരുകയാണ്. തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമത്തിൻ്റെ പ്രവൃത്തി അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസ്സാക്ഷി അതിന് സാക്ഷി നൽകുന്നു. അവരുടെ വൈവിധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു. എൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം തന്നെ ആയിരിക്കും അത്. നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നീ അന്ധന്മാർക്ക് വഴികാട്ടിയും അന്ധകാരത്തിലുള്ളവർക്ക് പ്രകാശവും അജ്ഞർക്ക് ശിക്ഷകനും കുട്ടികൾക്ക് അധ്യാപകനുമാണ് എന്ന് നിനക്കുറപ്പുണ്ട്. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിലൂടെ നിനക്കുണ്ടല്ലോ. എങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നു. നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമലംഘനം വഴി ദൈവത്തെ അപമാനിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജനതകളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നീ നിയമം അനുവർത്തിക്കുന്നെങ്കിൽ പരിച്ഛേദനം പ്രയോജനപ്രദമാണ്. നിയമം ലംഘിക്കുന്നെങ്കിലോ നിന്റെ പരിച്ഛേദനം അപരിച്ഛേദനമായി തീരുന്നു. അതുകൊണ്ട് അപരിച്ഛേദിതർ നിയമത്തിൻ്റെ അനുശാസനങ്ങൾ പാലിക്കുന്നെങ്കിൽ അവരുടെ അപരിച്ഛേദനം
പരിച്ഛേദനമായി പരിഗണിക്കപ്പെടുകയില്ലേ? നിയമഗ്രന്ഥവും പരിച്ഛേദനവുമുണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ ശരീരത്തിൽ അപരിച്ഛേദനെങ്കിലും നിയമം പാലിക്കുന്നവൻ കുറ്റം വിധിക്കും. എന്തെന്നാൽ ഒരുവൻ ബാഹ്യമായല്ല യഹൂദനായിരിക്കുന്നത്, ശരീരത്തിൽ ബാഹ്യമായതല്ല പരിച്ഛേദനം. ഒരുവൻ ആന്തരികമായാണ് യഹൂദനായിരിക്കുന്നത്. പരിച്ഛേദനം അരൂപിയിൽ ഹൃദയത്തിൻ്റെതാണ്, അക്ഷരാർത്ഥത്തിലല്ല. അവൻ്റെ പ്രശംസ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.